ട്രെയിനിൽ നിന്ന് കള്ളപ്പണം പിടിച്ച സംഭവത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ പ്രസ്താവന വിശ്വസനീയമല്ല എന്നാണ് പോലീസ് പറയുന്നത്. പ്രതികൾ റെയിൽവേ ഇക്യൂവിന് അപേക്ഷിച്ചത് നയനാർ നാഗേന്ദ്രന്റെ ലെറ്റർ പാഡിലാണ്. വിനയ് ഉണ്ണിയുണ്ട്. വിനയ്, കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ് ഈ ഒരു കള്ളപ്പണം എടുത്തതിന് പിന്നാലെ തന്നെ പുറത്തു വന്നിരുന്നതാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ വിശ്വസ്തന്റെ കയ്യിൽ നിന്നാണ് ഈ പണം പിടിച്ചത് എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ എന്താണ് ഈ നയനാർ നാഗേന്ദ്രൻ, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വിശദീകരണമൊക്കെ വരുന്നുണ്ടോ? സേതു, ശനിയാഴ്ച രാത്രിയാണ് ചെന്നൈ എഗ്മൂറിൽ നിന്നും തിരുനെൽവേലിക്ക് പുറപ്പെട്ട നെല്ല് എക്സ്പ്രസിൽ നിന്ന് താമ്പരത്ത് വെച്ച് ഈ തെരഞ്ഞെടുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡ് 4 കോടി രൂപ പിടിച്ചെടുത്തത്. ഇതിനെ തുടർന്ന് 3 പേര് അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്യലിനാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പണം കൊടുത്തുവിട്ടവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നിലവിൽ പോലീസ്. ഈ പിടികൂടിയ 3 പേരിൽ ഒരാൾ ഈ തിരുനെൽവേലി ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ നയനാർ നാഗേന്ദ്രന്റെ സ്വകാര്യ ഹോട്ടലിന്റെ മാനേജറാണ്. മാത്രമല്ല ഇയാൾ ഒരു ബി.ജെ.പി. പ്രവർത്തകനാണെന്നുമാണ് പറയുന്നത്. ഇയാളെയാണ് ചോദ്യം ചെയ്യലിനാണ് ജയശങ്കർ, ആശ്രയ് തമ്പി എന്നിവരാണ് തങ്ങൾക്ക് പണം നൽകിയെന്നുള്ളൊരു മൊഴി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ 2 പേരും ഇപ്പോൾ നിലവിൽ ഒളിവിലാണെന്നാണ് താമ്പരം പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ തന്നെ ഈ പണം പിടികൂടിയതിന് പിന്നാലെ തന്നെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയും ബി.ജെ.പി. എം.എൽ.എയുമായ നയനാർ നാഗേന്ദ്രൻ ഇത് തന്റെ പണമല്ലെന്നും തനിക്കെതിരെ രാഷ്ട്രീയ ആരോപണമാണ് ഡി.എം.കെ ഉന്നയിക്കുന്നതെന്നുമെല്ലാം തരത്തിലുള്ള മറുപടി നൽകിയിരുന്നു. പക്ഷേ ഈ പ്രസ്താവന വിശ്വസനീയമല്ലെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ പ്രതികൾ ചെന്നൈയിൽ നിന്നും തിരുനെൽവേലിക്ക് യാത്ര തിരിക്കാൻ വേണ്ടി എം.എൽ.എയുടെ ലെറ്റർ പാഡിൽ, അതായത് നയനാർ നാഗേന്ദ്രന്റെ ലെറ്റർ പാഡിൽ റെയിൽവേക്ക് എമർജൻസി കോട്ടയിൽ അപേക്ഷ നൽകിയിരുന്നു. മാത്രമല്ല ഈ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നയനാർ നാഗേന്ദ്രന്റെ ചെന്നൈ പുരസേവാകത്തുള്ള സ്വകാര്യ ഹോട്ടലിലാണ് പ്രതികൾ തങ്ങിയിരുന്നെന്നും പോലീസിന് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ പ്രതികളിൽ നിന്നും നയനാർ നാഗേന്ദ്രന്റെ തിരിച്ചറിയൽ കാർഡും ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണമാണ് താമ്പരം പോലീസ് നടത്തുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നും പണം കൊടുത്തവരെയും കൈമാറിയവരെല്ലാം തന്നെ പിടികൂടാൻ സാധിക്കുമെന്നും അവരെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിക്കുമെന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അറസ്റ്റിലായ ഈ സതീഷിന്റെ ഫോണിൽ നിന്നും നിർണായകമായ പല വിവരങ്ങളും ഇപ്പോൾ അങ്ങനെ നിർണായകമായ ഒരുപാട് വിവരങ്ങളൊക്കെ പോലീസിന് ലഭിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ചർച്ചാ വിഷയങ്ങളായി തീരുകയാണ്.